ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായൊരു വിവരം ലഭിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്മാർട്ട് ക്രിയേഷൻസിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. അവിടെ തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് വളരെ സുപ്രധാനമായ തെളിവെടുപ്പാണ് ബംഗളൂരിലടക്കം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ അന്വേഷണം ഇപ്പോൾ ചെന്നൈയിലാണ്. നേരത്തെ ബംഗളൂരിലടക്കം എത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലടക്കം പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ശബരിമല ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊള്ളയിൽ ഈ തട്ടിപ്പിൽ സ്മാർട്ട് ക്രിയേഷൻസിനും പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വെളിവായത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവെടുപ്പിനായാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ എത്തിയിരിക്കുന്നത്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അതിവിദഗ്ധമായ പരിശോധനകളും തെളിവെടുപ്പുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകിയിരുന്നത്. ഇപ്പോൾ കൂടുതൽ തെളിവെടുപ്പുകൾ ഈ വിഷയത്തിൽ നടക്കുകയാണ്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം നടന്നിരുന്നത്. ഈ സ്ഥലത്തെത്തി എന്തൊക്കെ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? എങ്ങനെയാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്? അല്പസമയം മുൻപ് മാത്രമാണ് SIT സംഘം സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റൊരു സംഘം SIT സംഘം അത് സ്മാർട്ട് ക്രിയേഷൻസ് ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ SIT സംഘം എത്തിയിരിക്കുന്നത്. SIT സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിരിക്കുന്നു. നേരത്തെ ഈ ഒരു സ്വർണം 2019 പിന്നീട് 2025 സ്വർണം പൂശാനായി എത്തിച്ചിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായ ഒരു സംഘം എത്തിയിരിക്കുന്നു. ഒരു ട്രാവലറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സംഘം പോലീസ് എത്തി. പിന്നീട് ഒരു SP മറ്റൊരു വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് എത്തി. അങ്ങനെ 2 വാഹനങ്ങളിലാണ് പോലീസ് ഇവിടേക്ക് എത്തുന്നത്. വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അല്പസമയം മുൻപ് മാത്രം, ഏതാണ്ട് 5 മിനിറ്റ് മുൻപ് മാത്രം ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഉള്ളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയിട്ടുണ്ട്. ഇവിടെ വച്ചിട്ടാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അതിൽ 2019 ഈ ദ്വാരപാലക ശില്പം അതിന്റെ സ്വർണ്ണപ്പാളികളൊക്കെ ഇവിടെ എത്തിക്കുന്നതിന് മുൻപ് ഈ സ്വർണം ഉരുക്കി നൽകിയത് ആര്, ഈ സ്വർണം ഉരുക്കി നൽകി പിന്നീട് ഈ സ്വർണം ഇതിൽ ചേർത്തപ്പോൾ എത്ര ഗ്രാം സ്വർണം ചേർത്തു, പിന്നീട് എത്ര ഗ്രാം സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തത്, ആ തട്ടിയെടുത്തതിന്റെ വഴികൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെ വെച്ച് ആർക്കൊക്കെ ഇതിൽ പങ്ക് നൽകി, ആരൊക്കെ ഇദ്ദേഹത്തിന് കൂടെ നിന്നു എന്നതൊക്കെ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന, അതിനൊക്കെയും പ്രധാന ലീഡുകൾ കിട്ടുന്ന സ്ഥലത്താണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. നേരത്തെ 2 ആഴ്ച മുൻപ് അന്വേഷണ സംഘം ഇവിടെ എത്തി. ഏതാണ്ട് 56 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധന 2.5 ദിവസമായി പൂർത്തിയാക്കിയ ശേഷം മടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തിനെ ഇപ്പോൾ തെളിവെടുപ്പിനായി ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക്, അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ മറുപടി അവർക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു പങ്കുമില്ല, ഒരു ചെമ്പ് ഫ്രെയിം കൊണ്ട് തങ്ങളെ ഏൽപ്പിക്കുന്നു, ആ ഫ്രെയിമിൽ തങ്ങൾ സ്വർണം പ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഗോൾഡ് പ്ലേറ്റിങ്ങിന് ഏറ്റവും പേരുകേട്ട ചെന്നൈയിലെ സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അവിടെ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തി തങ്ങൾ ഇത് കൊടുത്തുവിടുക മാത്രമാണ് ചെയ്തതെന്ന് പറയുന്നു. പിന്നീട് ഈ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളിൽ നിന്നും സ്വർണം ഉരുക്കി നൽകാൻ മന്ത്ര ക്രിയേഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെയും SITക്ക് ലഭിക്കുന്നു. അതിലെ ഒരു ജീവനക്കാരൻ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്, ആ ജീവനക്കാരനെ ഇവർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള സംശയങ്ങൾ SITക്കുണ്ട്. അപ്പോൾ അതിനെ ഒക്കെ ഇടയിലാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി
വിവരങ്ങളുമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ അന്വേഷണ സംഘം സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തുമെന്നാണ്. അതിനിടയിലാണ് ബംഗളൂരുവിൽ സമാന്തരമായ മറ്റൊരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അവർ നേരെ എത്തിയിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിലാണ്. ഈ സ്വർണം കൊണ്ടു നൽകിയതിൻ്റെ രേഖ ഉൾപ്പെടെ എല്ലാം ഇവിടെ നിന്നാണ് പോലീസിന് കണ്ടെടുക്കേണ്ടത്. നേരത്തെ ഈ രേഖകളുമായി സംബന്ധിച്ച് തങ്ങളുടെ പക്കലുള്ള എല്ലാ രേഖകളും തങ്ങൾ SIT സംഘത്തിന് നൽകിയിട്ടുണ്ട്, SITക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ഈ CEO അടക്കം നമ്മളോട് പറഞ്ഞിരുന്നത്. പങ്കജ് ഭണ്ഡാരി പറഞ്ഞു. അതിനുശേഷം വൈസ് പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കി. അതിനൊക്കെ പിന്നാലെയാണ് അന്വേഷണ സംഘം സ്മാർട്ട് ക്രിയേഷൻസിലേക്കുള്ള അന്വേഷണം അങ്ങനെ വ്യാപിപ്പിച്ചത്. അങ്ങനെ ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഒരു 5:15 ഈ സംഘം 2 വാഹനങ്ങളിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അകത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇനി നിരവധി ചോദ്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി നൽകേണ്ടി വരും, നിരവധി രേഖകൾ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ അതൊക്കെയും കണ്ടെത്തിയതിനു ശേഷമാകും പിന്നീട് ഈ സംഘം ഇനി പുറത്തേക്ക് വരിക. എന്തായാലും നീണ്ടൊരു പരിശോധന പ്രതീക്ഷിക്കുന്നുണ്ട്. തെളിവുകൾ നേരത്തെ തന്നെ പോലീസ് ഇവിടെ നിന്ന് കണ്ടെടുക്കുക അല്ലെങ്കിൽ അത് കണ്ടെത്തി വച്ചിട്ടുമുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നൈയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.